എല്ലാവർക്കും വേടനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ വേടന്റെ പാട്ടും കൂടി പാടാൻ പറയും. അങ്ങനെ നിർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിലങ്ങൾ 1000 വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകു കൂനിതലകൾ താനുമിണിയും എത്ര നാള്. ഈ സിനിമ തന്നെ തമിഴില് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിലായിട്ട് ഞാൻ ഈ പാട്ട് തമിഴിലായിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി. അപ്പൊ അവരെല്ലാവരെയും സപ്പോർട്ടും അതുപോലെ തന്നെ സ്നേഹവും കരുതലും പ്രാർത്ഥനയും എല്ലാമാണ് ഞങ്ങളെല്ലാവരെയും ഇവിടെ എത്തിച്ചതും. അവരെല്ലാവരെയും അനുഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമസ്തേ. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് പാലക്കാട് കേരളശ്ശേരിയിലുള്ള ഒരു സ്കൂളിലാണ്. ഈ സ്കൂളിൽ നിന്ന് ഒരു നല്ലൊരു പ്രതിഭ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശ്രീഹരി പാലക്കാട് എന്നാണ്. അദ്ദേഹം പഠിച്ച സ്കൂളാണ് ഇത്. അവിടെ നിന്നാണ് തുടക്കം. ഹലോ ഹരി. ഹായ്, നമസ്തേ. നമസ്കാരം. നമസ്തേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കണ, കുഴപ്പമൊന്നുമില്ല. പുതിയ പാട്ടുകളൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് കേട്ടു, ശരിയാണോ? ഇപ്പോ 3-4 സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട്. 4 സിനിമയെ പാടിയില്ലേ? ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ഞാൻ ആദ്യം പാടിയത് പ്രശാന്ത് കാനത്തൂർ സാറിന്റെ സ്റ്റേഷൻ 5 പറഞ്ഞ സിനിമയില്. അത് ശരി. ഇദ്ദേഹമാണ് സംവിധാനം ചെയ്തത്? അതെ അതെ അതെ. അല്ലെ, ഏത് പാട്ടായിരുന്നു? ഞാൻ അതില് നീർനിലങ്ങളിൽ എന്നാ പറഞ്ഞൊരു പാട്ടാണ്. അത് ശരി. അതൊരു 2 വരി ഒന്ന് പാടാവോ? നീർനിലങ്ങളിൽ നടുമയാരുടമയാര്, നിലങ്ങൾ 1000 വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകു കൂനി തലകൾ താണുമിനിയും എത്ര നാള്. നീർനിലങ്ങളിൽ നടുമയാരുടമയാര്, നിലങ്ങൾ 1000 വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകു കൂനി തലകൾ താണുമിനിയും എത്ര നാള്. ഈ ഒരു റേഞ്ചിലാണ് ആ പാട്ട് പോകുന്നത്. ശരി. ഈ പാട്ട് ആരാ എഴുതിയെന്നറിയാവോ? ഈ പാട്ട് എഴുതിയിട്ടുള്ളത് വേടനാണ്. അത് ശരി. ഇത് ഈ പാടുന്ന സമയത്ത് ഇത് വേടനാണ് എഴുതിയെന്നുള്ളത് ഹരിക്കറിയായിരുന്നു? സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ലിറിക്സ് എഴുതിയിട്ടുള്ളത് വേടൻ ഹിരൺദാസ് ഏട്ടനാണെന്ന്. അപ്പോൾ അന്ന് വളരെ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഈ പാട്ട് നല്ലോണം വൈറലായതിനു ശേഷമാണ് കൂടുതൽ ആൾക്കാരെ അറിയപ്പെടുന്നതും അതുപോലെ തന്നെ കേൾക്കാൻ നല്ല രസമുള്ളതും. കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിയത് ഹരിയുടെ വോയിസിലൂടെയാണ് വന്നിരിക്കുന്നത്. വേടൻ ഇപ്പൊ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതറിഞ്ഞോ? അറിഞ്ഞു. അതിലെന്താ അഭിപ്രായം? വളരെ സന്തോഷം. കാരണം ഏട്ടൻ്റെ പാട്ടാണല്ലോ എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ പാടാൻ കഴിഞ്ഞതിൽ. അപ്പോൾ അതിലും സന്തോഷം. ഏട്ടൻ്റെ പാട്ടെടുത്ത് പാടാൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. നിങ്ങൾ തമ്മിൽ ഫോണിൽ കൂടെ ബന്ധപ്പെടാറുണ്ടോ? ഞാൻ വിളിക്കാറുണ്ട്. ആളെ പരിചയമുണ്ട്. ഇപ്പോ എത്ര പടങ്ങളിലായി പാടുന്നു? ഞാനിപ്പോ ഏതാണ്ട് ഒരു 4 സിനിമയിൽ പാടിയിട്ടുണ്ട്. 4 സിനിമയിൽ പാടിയിട്ടുണ്ടല്ലേ? അത് ശരി. അതൊക്കെ വേറെ രചയിതാവൊക്കെ വേറെ ഓരോ ആൾക്കാരായിരിക്കും. അത് ഒന്ന് പ്രേം സാറിന്റെ ഒരു ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്, പെപ്പെ അഭിനയിച്ചിട്ടുള്ള ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് പറഞ്ഞ സിനിമയാണ് ഞാൻ 2ാമത് പാടിയിട്ടുള്ളത്. പിന്നെ ഞാൻ പാടിയിട്ടുള്ളത് കാവിൽരാജ് സാറിന്റെ പച്ചപ്പ് തേടി പറഞ്ഞൊരു സിനിമയാണ്. പിന്നെ അവസാനമായിട്ട് ഞാൻ പാടിയിട്ടുള്ളത് ബിജു മേനോൻ സാർ അഭിനയിച്ചിട്ടുള്ള തുണ്ട് പറഞ്ഞ സിനിമയിലാണ്. ഈ ഒരു പ്രൊഫഷണൽ ഗായകനായി മാറാൻ ഈ ഫ്ലവേഴ്സിന്റെ സംഗീത പരിപാടി അങ്ങേ എത്രത്തോളം പിന്തുണച്ചു? ഞാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 ഫൈനലിസ്റ്റ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഏതാണ്ടൊരു 2 കൊല്ലത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ MG ശ്രീകുമാർ സാറ്, അതുപോലെ തന്നെ M ജയചന്ദ്രൻ സാറ്, ദീപക് ദേവ് സാറും, അതുപോലെ സാറ്, അനുരാധ ശ്രീറാം മാം, അങ്ങനെ കുറേ പേര് ജഡ്ജസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നവരായാലും ഈവൻ ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുന്ന ഗ്രൂമേഴ്സ് ആയാലും അവരൊക്കെ നല്ല സപ്പോർട്ടിങ് ആണ്. കാരണം ഇവിടുന്ന് പോയ ഒരാളെ അല്ല ഞാൻ അവിടെ വന്നതിന് ശേഷം അവിടുന്ന് വരുമ്പോൾ. കാരണം പല പല സംഗീതത്തിൻ്റെ കുറേ അറിവുകൾ ലഭിച്ചു. പിന്നെ ഓരോ പാട്ടുകൾ എങ്ങനെ പാടണം, അതിനൊക്കെ എങ്ങനെ കൊടുക്കണം, ഒരു ഈണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അവിടെ നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അവരുടെ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും കാരണം കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അതുപോലെ തന്നെ പറയാനുള്ളത് എൻ്റെ മാതാപിതാക്കളെയാണ്. അപ്പോൾ അച്ഛനും അമ്മ, ഏട്ടൻ, ഇവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്, ഇന്നും എപ്പോഴും സപ്പോർട്ടാണ്. അപ്പോൾ അവരെല്ലാവരുടെയും സപ്പോർട്ട് കാരണം കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്താൻ സാധിച്ചത്. അല്ല, ഈ അച്ഛനും ജ്യേഷ്ഠനും ഒക്കെ കലയായിട്ട് എന്തോ ബന്ധമുണ്ടോ? അതെ, അച്ഛൻ ചെണ്ട വാദ്യകലാകാരനാണ്.
പിന്നെ അതുപോലെ തന്നെ ഏട്ടൻ ഇപ്പോൾ കേരള കലാമണ്ഡലത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കഥകളി സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും സംഗീതത്തിൻ്റെ ഒരു സ്വാദ് എനിക്ക് കിട്ടി. ചുരുക്കം പറഞ്ഞ ഒരു കലാകാരന്മാരുടെ ഫാമിലി കുടുംബം, ചെറിയ കുടുംബം. അതെ അതെ. ഈ ഒരു സാധാരണക്കാരനായ അങ്ങ്, അതായത് സാറിന്റെ കുടുംബത്തിൽ ജനിച്ച അങ്ങ് ഇത്രത്തോളം ഉയർന്നു വരാനായിട്ട് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അതിനെ തരണം ചെയ്തു? എല്ലാ മനുഷ്യരിലും ഓരോ പ്രതിസന്ധികളാണല്ലോ. അപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ കുറേ പല പല ഘട്ടങ്ങളായിട്ട് ഓരോന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്ത് എന്നെയും എൻ്റെ ഏട്ടനെയും നല്ല സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ധുക്കൾ, കുടുംബം ഫുള്ളായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരെയും സപ്പോർട്ടും അതുപോലെ തന്നെ സ്നേഹവും കരുതലും പ്രാർത്ഥനയും എല്ലാമാണ് ഞങ്ങളെല്ലാവരെയും ഇവിടെ എത്തിച്ചതും. അവരെല്ലാവരെയും അനുഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ നമ്മൾ വീണെടുത്ത് കിടക്കുമ്പോഴാണ് നമ്മൾ പരാജയം സമ്മതിക്കുന്നത്. പക്ഷെ അവിടുന്ന് എണീച്ച് ഫൈറ്റ് ചെയ്യുമ്പോഴാണ് വിജയത്തിലേക്ക് പോകുന്നത്. പ്രതിസന്ധി വരുന്നത് അത് ജീവിതത്തിൻ്റെ ഒരു പാഠമാക്കിയിട്ട് അടുത്തതിൻ്റെ തുടക്കമായിട്ട് നമ്മൾ പോകണം. അപ്പോൾ ഇതിനപ്പുറം ഉള്ള പ്രതിസന്ധി വന്നാലും നമുക്ക് നേരിടാൻ കഴിയും. അപ്പോൾ അതിൽ ഒരിക്കലും തളരേണ്ട ആവശ്യമില്ല, ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് തന്നെ പോവുക. ഇപ്പൊ ഈ ഗാനമേളകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ, അത് എവിടെയൊക്കെയാണ്? കേരളം വിട്ട് ഈ അടുത്ത സ്റ്റേറ്റുകളിലൊക്കെ ഈ ഗാനമേള നടത്താറുണ്ടോ? ഇനി അങ്ങനെ ഗാനമേള നടത്തിയിട്ട് അവിടുന്ന് വരുന്ന റിയാക്ഷൻ ഉണ്ടല്ലോ ഈ ഓഡിയൻസിന്റെ, അതൊക്കെ എങ്ങനെയാ ഉൾക്കൊള്ളുന്നത്? നല്ല രീതിയിലാണോ? ഞാനിപ്പോ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഞാൻ ഗാനമേള നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ധാരാളം പ്രോഗ്രാംസുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തായാലും എനിക്ക് ധാരാളം പ്രോഗ്രാമുകൾ ചെയ്തിട്ടുമുണ്ട്, ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ളവരൊക്കെ ഇപ്പോഴും നമ്മുടെ പരിപാടി കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് മനസ്സിൽ വരുന്നത്. ഈ സ്റ്റേഷൻ 5 എന്ന സിനിമയിലേക്ക് അങ്ങ് എങ്ങനെയാണ് ക്ഷണിക്കപ്പെട്ടത്? അതിലേക്ക് വന്നതിൻ്റെ ഒരു കാര്യം ഒന്ന് പറയാമോ? ഞാൻ അവിടെ പാടുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ പ്രശാന്ത് സാറ് വിളിച്ച് അവരോട് പറയുകയും പിന്നെ അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഈ പാട്ട് കിട്ടുന്നത്. ഏതാണ്ട് ഞാൻ ഒരു 7ൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഈ പാട്ട് പാടാൻ അവസരം കിട്ടിയത്. ഞാൻ അവിടെ പാടുന്ന സമയത്ത് എനിക്ക് അവിടുന്ന് കോൾ വരികയും സാറ് വിളിച്ച് ഇങ്ങനെ ഒരു മൂവി ഉണ്ട്, അപ്പോൾ ഈ മൂവിയിൽ പാടണം ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ എല്ലാവരും ജഡ്ജസിൻ്റെ അടുത്തും എല്ലാവരോടൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് അവിടെ നിന്നുള്ള തുടക്കമാണ് പിന്നെ ഇതുവരെ എത്തിച്ചത്. ആ സമയത്ത് തന്നെ കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. തന്നെയല്ല, നമ്മൾ ഈ ഗാനമേള നടത്തുമ്പോൾ അതിൽ ഓഡിയൻസ് ആവശ്യപ്പെടാറുണ്ട് ഇന്ന പാട്ടുകൾ പാടും, ഇന്ന പാട്ടുകൾ പാടാൻ. അത് ഏതൊക്കെ പാട്ട് പാടാനാണ് ഇവർ ആവശ്യപ്പെടാറ്? കൂടുതലും മലയാളം പാട്ടുകളാണ് പാടാറ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പാട്ടും കൂടി ഞാനും കൂടിയും പാടിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ എല്ലാവരും ഈ പാട്ട് പാടാനും പറയാറുണ്ട്. പല പ്രോഗ്രാമുകളിലായിട്ട് ഞാൻ ഈ പാട്ട് പാടാറുണ്ട്. അതുപോലെ തന്നെ വേടൻ്റെ പാട്ട് കൂടിയാണല്ലോ, അപ്പം എല്ലാവർക്കും വേടനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ വേടൻ്റെ പാട്ടും കൂടി പാടാൻ പറയും. അങ്ങനെ. അപ്പൊ ഈ പാട്ട് വേടൻ അങ്ങ് പാടിയത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ആളുകളായിട്ട് നല്ല കമ്പനിയാണ് ചേട്ടൻ. അപ്പോൾ പിന്നെ വളരെ ഇഷ്ടമാണ് എനിക്കും അതെ, ഫാമിലിക്കും അതെ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗാനമേളകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പാട്ട് ഇന്ന പാട്ട് പാടും എന്ന് പറയും, അത് ഏത് പാട്ടാണ്? ഞാനത് അവിടെ പല പാട്ടുകളും ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കാരണം കൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കുറേ പേര് പറയാറുണ്ട് എനിക്ക് ഹൃദയവാഹിനി ഒന്ന് പാടിത്തരുമോ, ചന്ദ്രകാന്തം സിനിമയിലെ ഹൃദയവാഹിനി പാട്ട് പാടിത്തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അവിടെ അത് പാടിയിട്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് പാടാനാണ് കൂടുതലും പറയാറ്. ഈ ഹൃദയവാഹിനി എന്ന് പറഞ്ഞത് മറ്റേ MS അല്ലേ? MS വിശ്വനാഥിന്റെ പാട്ടാണ്. ഹൈ പിച്ചില് ടോപ്പിലുള്ള പാട്ടാണ്. അത് നമുക്ക് പാടാന്ന് പറയുന്നത് ഭയങ്കര ഇതാ. ഒരു 2-3-4 വരി ഒന്ന് പാടാലോ അതൊന്ന്. അച്ഛനാം മേരുവിൽ നീ ഉത്ഭവിച്ചു, അമ്മയാം താഴ്വര തന്നിൽ വളർന്നു. അച്ഛനാം മേരുവിൽ നീ ഉത്ഭവിച്ചു,
അമ്മയാം താഴ്വര തന്നിൽ വളർന്നു. അടുത്ത തലമുറ തനലായിരമ്പി ആവേശമാർന്നു നീ തുള്ളിത്തുളുമ്പി. മുന്നോട്ട് മുന്നോട്ട് സ്നേഹപ്രവാഹിനി മുന്നോട്ട് മുന്നോട്ട്. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി. കാലമമാകാശ ഗോപുര നിഴലിൽ കാലമമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി. ഹൃദയവാഹിനി ഒഴുകുന്നു നീ ഒഴുകുന്നു നീ ഒഴുകുന്നു നീ. ഗംഭീരായിരിക്കണം കേട്ടോ. ഗംഭീര ഹൈ പിച്ച് എന്ന് പറഞ്ഞാൽ അതാ കറക്റ്റാണ്. ഇതൊക്കെ ഈ ദൈവത്തിന്റെ ഒരു കഴിവാണ് കേട്ടോ. ഇപ്പൊ ഈ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഈ ഫാൻസിന്റെ ഒക്കെ അഭിപ്രായം എന്താണ്? അവരൊക്കെ ബന്ധപ്പെടാറുണ്ടോ? പിന്നെ ഈ സ്കൂളിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? അധ്യാപകര്, സ്റ്റാഫ്, ഇവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? അപ്പം അതൊന്ന് പറയാവോ? ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തുടക്കം മുതലേ അതിൻ്റെ ഒരു അവസാനം വരെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ സപ്പോർട്ടും കാരണമാണ് ഞാൻ അത്രയും മികച്ചതായിട്ട് നിൽക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ തുടക്കം മുതലേ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ശ്രീഹരിക്കുട്ടൻ്റെ ലോകം പറഞ്ഞൊരു ഗ്രൂപ്പായിരുന്നു. എനിക്ക് ആദ്യമായി എൻ്റെ ഒരു പിറന്നാളിന് കാറ് മേടിച്ച് എനിക്ക് ഗിഫ്റ്റായിട്ട് കാറ് മേടിച്ച് തന്നത് ആ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളുമായിരുന്നു. അപ്പോൾ അവർ ഇപ്പോഴും എനിക്ക് നല്ല സപ്പോർട്ടാണ്. അവരെല്ലാവരായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പഠിക്കുന്ന വിദ്യാലയത്തിലാണെങ്കിൽ ടീച്ചേഴ്സ് എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമെന്ന് ദൂരെയുള്ള പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകേണ്ട ചില സന്ദർഭങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എനിക്ക് ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസ്സിൽ ഒഴിവ് പീരീഡ് സമയത്തൊക്കെ ടീച്ചേഴ്സൊക്കെ എന്നെ പാടിപ്പിക്കും. അങ്ങനെ നല്ലൊരു സപ്പോർട്ടാണ് എല്ലാവരും എനിക്ക്. വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്നും സപ്പോർട്ട് വേണ്ടുവോളം ഉണ്ട്. അതെ അതെ. അപ്പൊ പിന്നെ അതിൽ ഒരു ബുദ്ധിമുട്ടും അല്ലേ? ഇപ്പൊ പരിപാടികളൊക്കെ കൂടുതൽ വരാനുണ്ടോ? ആൾക്കാർ ട്രൂപ്പുകളൊക്കെ വിളിക്കുന്നുണ്ടോ? അതെ അതെ, ധാരാളം പ്രോഗ്രാമുകൾ വിളിക്കുന്നുണ്ട്. ഈ പുതിയ പടം സ്റ്റേഷൻ 5 അത് ഈ മനോരമ OTT വന്നിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിരുന്നില്ല. എന്താണ് അതിന് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു മറുപടി? കുറെ പേര് ആ പടം കണ്ടിരുന്നു, പിന്നെ കുറച്ച് പേര് അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അവരോട് പറയാനുള്ളത് എല്ലാവരും പെട്ടെന്ന് തന്നെ പോയിട്ട് ആ സിനിമ കാണാം. കാരണം ആ സിനിമ അത്രയും നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കാനും അതുപോലെ തന്നെ ആസ്വദിക്കാനും കഴിയുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി. നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ആ സിനിമ. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ, അതിലൊരു അംഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ അതുപോലെ തന്നെ ഈ അന്യഭാഷയില് പാടുവോ അഭിനയിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചിത്രങ്ങളിലൊക്കെ? ഞാൻ ഈ സിനിമ തന്നെ തമിഴിൽ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിലായിട്ട് ഞാൻ ഈ പാട്ട് തമിഴിലായിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. പാടി കഴിഞ്ഞു, റെക്കോർഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ സിനിമ അടുത്തായിട്ട് തന്നെ റിലീസ് ചെയ്യും. റെക്കോർഡിംഗ് ഒക്കെ എവിടെ സ്റ്റുഡിയോ വെച്ചായിരുന്നു? ഇവിടെ ഞാൻ എറണാകുളത്തൊരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയേറെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്, ഒരുപാട് പേരുടെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും മുന്നോട്ട് ഇപ്പൊ പറഞ്ഞില്ലേ MS സാറിന്റെ മുന്നോട്ട് തന്നെ എല്ലാ തരണങ്ങളെയും ഭവിഷ്യത്തുകളെയും തട്ടി നീക്കി തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ യാത്ര പോവുക. അപ്പൊ എല്ലാ ആശംസകളും എൻ്റെ ഉണ്ടാകും. വളരെ നന്ദിയുണ്ട്.